നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജമാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം 73 11 വരെയുള്ള ശ്ലോകങ്ങൾ, 1 തുടങ്ങി 11 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലിയിരുന്നു. ഇന്ന് 12 തുടങ്ങി 26 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി ഏകദേശമായ അർത്ഥവും നോക്കാം. 73 സർഗത്തിലെ 12 ശ്ലോകം. കിം നു കാര്യം ഹതസ്യേഹ മമ രാജ്യേന ശോചതഃ വിഹീനസ്യാഥ പിത്രാ ച ഭ്രാതാ പിതൃസമേന ച ദുഃഖേ മേ ദുഃഖമകരോത് വൃണോക്ഷാരമിവാദഥാഃ. കുലസ്യ ത്വമഭാവായ കാളരാത്രിമിവാഗതാ അങ്കാരമുപഗഹ്യ സ്മ പിതാ മേ നാവബോദ്ധവാൻ. മൃത്യുപാപാദിതോ രാജാ ത്വയാ മേ പാപദർശിനി സുഖം പരിഹൃതം മോഹാത് കുലേസ്മിൻ കുലപാംസിനി. ത്വാം പ്രാപ്യ ഹി പിതാ മേദ്യ സത്യസന്ധോ മഹായശാഃ തീവ്രദുഃഖാഭിസന്തപ്തോ വൃത്തോ ദശരഥോ നൃപഃ. വിനാശിതോ മഹാരാജ പിതാ മേ ധർമ്മവത്സലഃ കസ്മാത് പ്രവ്രാജിതോ രാമ കസ്മാദേവ വനം ഗതേ. കൗസല്യാ ച സുമിത്രാ ച പുത്രശോകാഭിപീഡിതേ ദുഷ്കരം യദി ജീവേതാം പ്രാപ്യ ത്വാം ജനനിം മമ. നന്വാരോപി ച ധർമാത്മാ ത്വയി വൃത്തിമനോത്തമാം വർത്തതേ ഗുരുവൃത്തിജ്ഞോ യഥാ മാതിരി വർത്തതേ. തഥാ ജ്യേഷ്ഠം ഹി മേ മാതാ കൗസല്യാ ദീർഘദർശിനി ത്വയി ധർമ്മം സമസ്തായ ഭഗിന്യാമിവ വർത്തതേ. തസ്യ പുത്രം മഹാത്മാനം ക്ഷീരവൽക്കലവാസസം പ്രസ്ഥാപ്യ വനവാസായ കഥം പാപേന ശോചസേ. അപാപദർശിനം ശൂരം കൃതാത്മാനം യശസ്വിനം പ്രവ്രാജ്യച്ചീരവസനം കിം നു പശ്യസി കാരണം. ലുബ്ധായാ വിദിതോ മന്യേ ന തേഹം രാഘവം യഥാ തഥാ ഹ്യനർത്ഥോ രാജ്യാർത്ഥം ത്വയാ നീതോ മഹാനയം. അഹം ഹി പുരുഷവ്യാഘ്രാവ അപപശ്യൻ രാമലക്ഷ്മണൗ കേന ശക്തിപ്രഭാവേണ രാജ്യം രക്ഷിതുമുത്സഹേ. തം ഹി നിത്യം മഹാരാജോ ബലവന്തം മഹൗജസം
ഉപാശ്രിതോ ഭൂധർമാത്മാ മേരുർമേരുവനം യഥാ. സോഹം കഥമിമം ഭാരം മഹാധുര്യസമുദ്യതം ദമ്യോധുരമിവാസാദ്യ സഹേയം കേന ചോജസാ. അഥവാ മേ ഭവേച്ഛക്തിർയോഗൈർബുദ്ധിബലേന ച സ കാമാം ന കരിഷ്യാമി ത്വാമഹം പുത്രഗർധിനിം. 73-ാം സർഗത്തിലെ 12 തുടങ്ങി 26 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി ഓരോ ശ്ലോകവും ചൊല്ലി അർത്ഥം എന്താണെന്ന് നോക്കാം. ശ്ലോകം 12. കിം നു കാര്യം ഹതസ്യേഹ മമ രാജ്യേന ശോചതഃ വിഹീനസ്യാഥ പിത്രാ ച ഭ്രാതാ പിതുസമേന ച ദുഃഖേ മേ ദുഃഖമകരോത് ഋണോക്ഷാരമിവ ദധാഹ. 12-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: നശിച്ചു കഴിഞ്ഞവനെന്നു ദുഃഖിക്കുന്നവനും അച്ഛനില്ലാത്തവനും അച്ഛന് തുല്യനായ ജ്യേഷ്ഠൻ ഇല്ലാത്തവനുമായ എനിക്ക് രാജ്യം കൊണ്ടെന്ത് കാര്യം? ഭരതൻ പിന്നെയും അതീവ ദുഃഖം പ്രകടിപ്പിക്കുകയാണ് കൈകേയിയോട്. ശ്ലോകം 13. കുലസ്യ ത്വമഭാവായ കാളരാത്രിമിവാ ഗതാ അങ്കാരമുപഗൂഹ്യസ്മ പിതാമേനവബുദ്ധവാൻ. ശ്ലോകം 13-ന്റെ അർത്ഥം: ഭവതി എനിക്ക് ദുഃഖത്തിനുമേൽ ദുഃഖമുണ്ടാക്കി, പുണ്ണിൽ ചാരം തേച്ചു, സംഹാര രാത്രി പോലെ കുലനാശത്തിനെത്തി. വാസ്തവമറിയാതെ എൻ്റെ പിതാവ് തീ കനലിനെയാണ് മടിയിൽ വച്ചത്. ശ്ലോകം 14. മൃത്യുമാപാദിതോ രാജ ത്വയാ മേ പാപദർശിനി സുഖം പരിഹൃതം മോഹാത് കുലേസ്മിൻ കുലപാംസിനി. പാപദർശിനി, നീ മൂലം രാജാവ് മരണം പ്രാപിച്ചു. കുലം കെടുത്തവളെ, എൻ്റെ ഈ കുലത്തിൽ സുഖമെന്നൊന്ന് ഇല്ലാതായി തീർന്നു. ശ്ലോകം 15. ത്വാം പ്രാപ്യ ഹി പിതാമേദ്യ സത്യസന്ധോ മഹായശാഃ തീവ്രദുഃഖാഭിസന്തപ്തോ വൃത്തോ ദശരഥോ നൃപഃ. ശ്ലോകം 15-ന്റെ അർത്ഥം: ഭവതിയെ പരിഗ്രഹിച്ചതുകൊണ്ട് സത്യസന്ധനും യശസ്വിനിയുമായ അച്ഛൻ തീവ്ര ദുഃഖിതനായി മരണം പ്രാപിച്ചു. ശ്ലോകം 16. വിനാശിതോ മഹാരാജ പിതാമേ ധർമ്മവത്സലഃ കസ്മാത് പ്രവ്രാജിതോ രാമ കസ്മാദേവ വനം ഗതഃ. മഹാരാജാവും ധർമ്മവത്സലനുമായ പിതാവ് എന്തിൻ്റെ പേരിലാണ് രാമനെ വനത്തിലേക്ക് അയക്കാൻ നിർബന്ധിതനായത്? എന്തിനാണ് രാമൻ വനത്തിൽ പോയത്? ശ്ലോകം 17. കൗസല്യാ ച സുമിത്രാ ച പുത്രശോകാഭിപീഡിതേ ദുഷ്കരം യദി ജീവേതാം പ്രാപ്യ ത്വാം ജനനിം മമ. ശ്ലോകം 17-ന്റെ അർത്ഥം: പുത്രശോകപീഡിതരായ കൗസല്യയും സുമിത്രയും ഭവതിയെ പ്രാപിക്കേണ്ടി വന്നിട്ട് ജീവിച്ചിരിക്കുന്നത് വളരെ ദുഷ്കരം തന്നെ. ശ്ലോകം 18. നന്വാര്യോപി ച ധർമാത്മാ ത്വയി വൃത്തിമനോത്തമാം വർത്തതേ ഗുരുവൃത്തിജ്ഞോ യഥാ മാതരി വർത്തതേ. ശ്ലോകം 18-ന്റെ അർത്ഥം: ഗുരുജനത്തോട് അനുഷ്ഠിക്കേണ്ടുന്ന ആചാരങ്ങൾ അറിയുന്ന ആര്യൻ, അതായത് ശ്രീരാമൻ, സ്വയം അമ്മയോടെന്ന പോലെ ഭവതിയോട് ഉത്തമമായ രീതിയിൽ പെരുമാറിയിരുന്നു. ശ്ലോകം 19. തഥാ ജ്യേഷ്ഠാ ഹി മേ മാതാ കൗസല്യാ ദീർഘദർശിനി ത്വയി ധർമ്മം സമാസ്തായ ഭഗിന്യാമിവ വർത്തതേ.
ശ്ലോകം 19 അർത്ഥം. അതുപോലെ എൻ്റെ വലിയമ്മയായ ദീർഘദർശിനിയായ കൗസല്യ ഭവതിയോട് സഹോദരിയോടെന്ന പോലെയാണ് പെരുമാറിയിരുന്നത്. ശ്ലോകം 20. തസ്യാ പുത്രം മഹാത്മാനം ക്ഷീരവൽക്കലവാസസം പ്രസ്ഥാപ്യ വനവാസായ കഥം പാപേന ശോചസേ. ശ്ലോകം 20 അർത്ഥം. പാപവൃത്തെ, ആ കൗസല്യയുടെ പുത്രനെ മരവുരി ഉടുത്തവനായി കാട്ടിലേക്ക് അയച്ചിട്ട് ദുഃഖിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് അവിടുന്ന്? ശ്ലോകം 21. അപാപദർശിനം ശൂരം കൃതാത്മാനം യശസ്വിനം പ്രവ്രാജ്യ ക്ഷീരവസനം കിന്നു പശ്യസി കാരണം. നല്ലതു മാത്രം കാണുന്നവനും ശൂരനും വിശുദ്ധ ചിത്തനും യശസ്വിയുമായ അദ്ദേഹത്തെ മരവുരി ഉടുത്തവനായി കാട്ടിലയച്ചിട്ട് എന്തു പ്രയോജനമാണ് കണ്ടത്? ശ്ലോകം 22. ലുബ്ധായ വിദിതോ മന്യേ ന തേഹം രാഘവം യഥാ തഥാ ഹ്യനർത്ഥോ രാജ്യാർത്ഥം ത്വയാ നീതോ മഹാനയം. ശ്ലോകം 22 അർത്ഥം. ദുർമോഹം പിടിപെട്ട ഭവതിക്ക് ശ്രീരാമൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനാലാണ് രാജ്യം കിട്ടാൻ വേണ്ടി വളരെ പെരിതായ ഈ അനർത്ഥം വരുത്തിവെച്ചത്. ശ്ലോകം 23. അഹം ഹി പുരുഷവ്യാഘ്രാവപശ്യൻ രാമലക്ഷ്മണോ കേന ശക്തിപ്രഭാവേണ രാജ്യം രക്ഷിതുമുത്സഹേ. ശ്ലോകം 23 അർത്ഥം. ഞാൻ ആ പുരുഷശ്രേഷ്ഠരായ രാമലക്ഷ്മണന്മാരെ കാണാതെ ഏകനായി ഏത് ശക്തിപ്രഭാവത്താലാണ് രാജ്യം ഭരിക്കാൻ ഒരുങ്ങുക? ശ്ലോകം 24. തം ഹി നിത്യം മഹാരാജോ ബലവന്തം മഹൗജസം ഉപാശ്രിതോ ഭൂധർമാത്മാ മേരുർമേരുവനം യഥാ. ശ്ലോകം 24 അർത്ഥം. മഹാരാജാവ് ബലവാനും മഹാതേജസ്വിയുമായ അദ്ദേഹത്തെയാണ് മേരുപർവ്വതം മേരുവനത്തെ എന്ന പോലെ എപ്പോഴും ആശ്രയിച്ചിരുന്നത്. അതായത് ദശരഥൻ എല്ലാ കാര്യത്തിനും ശ്രീരാമനെയാണ് ആശ്രയിച്ചിരുന്നത്. ശ്ലോകം 25. സോഹം കഥമിമം ഭാരം മഹാധുര്യസമുദ്യതം ദമ്യോധുരമിവാ സദ്യ സഹേയം കേന ചൗജസാ. ശ്ലോകം 25 അർത്ഥം. ഉത്തമന്മാരായവർ വഹിച്ചിരുന്ന ഈ ഭാരം ഞാൻ ഏറ്റെടുത്തിട്ട് എന്ത് ശക്തി കൊണ്ടാണ് ഇതിനെ കൊണ്ടു നടക്കുക? ശ്ലോകം 26. അഥവാ മേ ഭവേച്ഛക്തിര്യോഗൈർബുദ്ധിബലേന ച സകാമാം ന കരിഷ്യാമി ത്വാമഹം പുത്രഗർധിനിം. ശ്ലോകം 26 അർത്ഥം. അഥവാ യോഗങ്ങൾ കൊണ്ടും ബുദ്ധിബലം കൊണ്ടും അതിനുള്ള ശക്തി എനിക്കുണ്ടെങ്കിൽ തന്നെ പുത്രനെ മാത്രം കരുതുന്ന ഭവതിയുടെ ഇഷ്ടം ഞാൻ ഒരിക്കലും സാധിപ്പിക്കില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.